ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയ വീട്ടിലേക്ക് ഓർക്കും സ്വാഗതം. മാഷാ അല്ലാഹ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്താ പരിപാടി വെച്ച് കഴിഞ്ഞാൽ നമ്മളിതാ സ്റ്റുഡിയോക്ക് രാവിലെ വന്ന് തുടങ്ങിയതാട്ടോ. ന്യൂസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഫുഡ് പോലും കഴിച്ചിട്ടില്ല. ഇപ്പോൾ അതാ BJP മുന്നിൽ നിൽക്കുന്നത് കാണിച്ചു തരാം. BJP മുന്നിൽ നിൽക്കുന്നത് എന്തായാലും 229 ഇതിലാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ 226 നമ്മുടെ UDF നിൽക്കുന്നുണ്ട്. അപ്പോൾ ആരെ വിജയിക്കാൻ എന്താണെന്ന് ഇപ്പോഴും അറിഞ്ഞിട്ടില്ല. 5 മണിക്കുള്ള റിസൾട്ട് അറിയുള്ളൂടാ. ഇപ്പം എന്തായാലും 5 മണിക്കുള്ള അറിയുള്ളൂ. ഇപ്പൊ റിസൾട്ട് ആര് ജയിക്കുമ്പോൾ നിങ്ങൾ കമന്റ് ഇടും. നിങ്ങൾ ജില്ലകൾ ഏതാ അവർ കമന്റ് ഇട്ട് കേട്ടോ. നിങ്ങൾ ജില്ലകൾ ഏതാ, ആര് ജയിക്കണം, ആര് ഇതാക്കണം എന്നില്ല കമന്റ് നിങ്ങൾ ഇടണം എന്തായാലും. അപ്പൊ നിങ്ങൾക്ക് ആര് ജയിച്ചാലാണ്, ആര് ഭരണത്തിൽ വന്നാലാണ് നിങ്ങൾ ജില്ലയിൽ ആര് ജയിക്കുന്നത് നിങ്ങൾ കമന്റ് ഇടണം. അതുപോലെ തന്നെ കേട്ടോ. എന്തായാലും നമുക്ക് നോക്കിയേക്കാം എന്തുണ്ടാവുക, എങ്ങനെയൊക്കെ കാര്യങ്ങൾ നോക്കിയേക്കാം. നമ്മൾ തൃശ്ശൂരിൽ ജയിച്ചു എന്ന് പറഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപിയാണ്. എത്ര വോട്ടിനാണ് മുന്നിൽ ഇപ്പൊ നടക്കുന്ന UDF 5 ചില്ലറ കാര്യങ്ങളൊക്കെയാണ്. എന്തായാലും LDFന് 20,000 ഉള്ളൂ. UDFന് എന്താ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പൊ തൃശ്ശൂർ ഓടിക്കുമെന്ന് പറഞ്ഞ പോലെ മാഷ ഓർത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത ആരാ എടുക്കാൻ നോക്കാം. ആലത്തൂരിലാരാ? ആലത്തൂരിലാരാ? കുഞ്ഞാപ്പല്ല, അതെന്താണ് പിന്നിലാട്ടോ. ആണോ? അപ്ലോഡ് ചെയ്യും. ഇബട്ടിക്കണ എങ്ങനെയാണ് മറ്റു ന്യൂസ് എവിടെടാ? എന്താണ് സുരേഷ് ഗോപി എന്തുണ്ടാവും കേരളം, എന്തുണ്ടാവും ഇന്ത്യ, എന്തുണ്ടാവും ഇപ്പോൾ അറിയാം. അല്പസമയം ശേഷം അറിയാം. ഇപ്പോഴത്തെ മുന്നിൽ നിൽക്കുന്നത് ഇങ്ങനെ കേട്ട കാര്യങ്ങൾ ഗൈസ്. LDF 1 സീറ്റ്, UDF 18 NDF 1 കാണിക്കുന്നത്. അപ്പൊ എന്തുണ്ടാവുക കേരളത്തിലെ കാര്യങ്ങൾ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ താടി വെച്ച നമ്മുടെ സുരേഷ് ഗോപിയാണ് ഇപ്പൊ കാണുന്നത് ഗൈസ്. ബാദുഷ ഫോണിൽ നോക്കി നിൽക്കാൻ ഗൈസ്. പിന്നെ എന്തുണ്ടാവും, എങ്ങനെ ഉണ്ടാവും, എപ്പോൾ ഉണ്ടാവും, എന്തുകൊണ്ടൊക്കെ ഉണ്ടാകും നമുക്ക് കണ്ടറിയാം. അപ്പൊ നിങ്ങളെല്ലാവരും വീട്ടിൽ TV ഉണ്ടെങ്കിൽ ന്യൂസ് തുറന്നു നോക്കുക. TV ന്യൂസിൽ നോക്കി കഴിഞ്ഞാൽ കാണാം. നോ യെസ് പ്ലീസ് ബാദുഷ താടിമീൻ കൈവച്ചിരിക്കുകയാണ് ഗൈസ്. എന്തുണ്ടാവും നമുക്കറിയില്ല. വോട്ടിൽ കുറേയും കൂടുതലൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കട്ടെ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയൊക്കെ എങ്ങനെയൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുക. എന്തായാലും സത്യം തൃശ്ശൂരിലെ ജനങ്ങൾ, ജനങ്ങള് അതുപോലെ തന്നെ ജനങ്ങൾ ദൈവമാണെന്ന സുരേഷ് ഗോപി പറയുന്നത് ഗൈസ്. നിങ്ങളിത് കാണുന്നില്ലേ, നിങ്ങളിത് അറിയുന്നില്ലേ? താടി വെച്ചിരിക്കുന്ന ബാദുഷി നോക്കി നിൽക്കുകയാണ് ഗൈസ്. അതാ ന്യൂസിലേക്ക് നടക്കുകയാണ്. ബാദുഷ ഞാൻ ന്യൂസ് വായിക്കാൻ പോയാലോ? കേരളം എന്താവും, ഇന്ത്യ എന്താവും അല്പസമയം ശേഷം അറിയാം. അപ്പൊ എന്തായാലും നമുക്ക് നോക്കിയേക്കാം ഇതിനകത്ത് എന്തുണ്ടാവും നോക്കട്ടെ ഗൈസ്. ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ ഇപ്പോൾ 227 നമ്മുടെ ഇതില്. അതുപോലെ തന്നെ UDF BJP 297 മുന്നിൽ നിൽക്കുന്നത്. പിന്നെ വോട്ടൻസ് എന്ന് പറയുന്നത് 19 നിൽക്കുന്നത്. ഇപ്പൊ എന്തുണ്ടാവും, എങ്ങനെ ഉണ്ടാവും ഒന്നും അറിയില്ല. നമ്മൾ കേരളം എന്തുണ്ടാവും, ഇന്ത്യ എന്തുണ്ടാവും ഒന്നും അറിയില്ല. അപ്പൊ എന്തായാലും ആര് ജയിക്കും നമുക്ക് അല്പസമയം ശേഷം അറിയാം. മാധ്യമ പ്രവർത്തകർ, ഇതൊരു അതിശയം എന്ന നിലയ്ക്ക് നിങ്ങൾ ആർക്കെങ്കിലും തോന്നിയാലും ഈ അതിശയം ഇമ്മിനന്റ് ആയിരിക്കും. അതൊരു സ്റ്റോം പോലെ കഴിഞ്ഞ് 21 ശേഷം കുറഞ്ഞു കൂടിയതാണ്. എന്തുണ്ടായാലും മോഹൻലാലായിട്ട് സൈഡിൽ നിൽക്കുന്ന എനിക്ക് എന്റെ കുടുംബത്തിന് വലിയ ഖ്യാതിയാണ് ഈ വിജയം. ആര് ജയിക്കും? ആര് വെച്ചാൽ നമ്മക്ക് നമ്മളെ രാഹുൽ ഗാന്ധി വരണമെന്നാണല്ലോ. അപ്പൊ എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരിക്കട്ടെ. ജയിക്കേണ്ട ആൾക്കാർ ജയിക്കട്ടെ അല്ലേ?
അപ്പൊ എന്തായാലും ഇന്ത്യ ഇപ്പൊ ഭൂരിപക്ഷം നോക്കുന്നത് നമ്മളെ BJPക്കാണ്. അതുപോലെ തന്നെ UDF ഇപ്പൊ നിൽക്കുന്നത് 228-ലാണ്. എല്ലാത്തിനും പ്രശ്നം ബാദുഷയാണ് എല്ലാത്തിനും പ്രശ്നക്കാരൻ ഗൈസ്. ഇപ്പൊ എന്തായാലും നമുക്ക് ഈ ഇലക്ഷനിൽ ഇന്ന് 5 മണിക്ക് ശേഷം ഇതില് ഇന്ത്യ ആര് ഭരിക്കും എന്ന് അറിയാം. നമുക്ക് അല്പസമയം ശേഷം അറിയാം. അതുപോലെ തന്നെ ബാദുഷ വണ്ടിപ്പായാണ് ഓരോ മന്ത്രികൾക്കും വിളിച്ചിട്ട് ലൈറ്റ് ഇടാ ഒരു മിനിറ്റ് ലൈറ്റ് ഇട്. ഇത് കണ്ടീഷൻ കഴിഞ്ഞ് ലൈറ്റ് ഇട്. ഇത് കഴിഞ്ഞ് ലൈറ്റ് ഓഫ് പേടിച്ചിട്ട് പക്ഷെ ഓരോ മന്ത്രികൾക്കും വിളിച്ചിട്ട് കാല് പിടിച്ചോണ്ടിരിക്കണ ഗൈസ്. അപ്പൊ എന്തുണ്ടാവുക അറിയില്ല. അപ്പൊ എന്തായാലും ഭരണം ആരെത്തും, എങ്ങനെ ഉണ്ടാവും, എന്തൊക്കെ ഉണ്ടാവും നമുക്ക് അല്പസമയം ശേഷം അറിയാം. അപ്പൊ എന്തായാലും ദ്വാരക്ക എല്ലാരും നമ്മുടെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുറെ കാര്യങ്ങൾ അറിയണ്ട. ഇനി ഇലക്ഷൻ ഉണ്ടാവില്ല, BJP ജയിച്ചു കഴിഞ്ഞാൽ ഇലക്ഷൻ ഉണ്ടാവില്ല എന്നൊക്കെ കേൾക്കുന്നുണ്ട്. നമുക്ക് അതിനെ കുറിച്ച് അറിയില്ല. ആര് ജയിച്ചാലും നല്ല രീതിക്ക് നിന്നാൽ മതി. ആര് ജയിച്ചാലും നമുക്ക് കുഴപ്പമുണ്ടാവില്ല. ആര് ജയിച്ചാലും നല്ല രീതിക്ക് ഭരണം പോയാൽ മതി എന്നാണ് നമ്മുടെ പ്രവർത്തനം കേട്ടോ, അല്ലേ? അപ്പൊ എന്തായാലും ഇങ്ങനെ അതാ ഇലക്ഷൻ നല്ല നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ ഉണ്ടാവുക എങ്ങനെയൊക്കെ ഉണ്ടാവുക അറിയില്ല. തിരുവനന്തപുരം രാജീവ് ചന്ദ്രശേഖരൻ ഇല്ല എന്ന് ഉറപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാസർഗോഡ് UDF 44,975. കാസർഗോഡ് നോക്കാനില്ല. കാസർഗോഡ് രാജ്മോഹൻ ഉണ്ണിത്താൻ കൊണ്ടുപോയിരിക്കുന്നു. കാസർഗോഡ് രാജ്മോഹൻ 1,05,000 ബോക്സ് ഒക്കെ കൊടുക്കട്ടോ, ജയിച്ചവർക്ക് ബോക്സ് കൊടുക്കണ്ടേ? 1,05,173 ചെങ്ങായിയെ ചിരിക്കണ്ട. ഓ ചിരിച്ചിരിച്ചിട്ട് ന്യൂസ് വായിക്കുന്നത്. കുറെ മനുഷ്യന്മാര് പേടിച്ചിരിക്കുകയാണ്. BJPക്ക് 11 സീറ്റുകൾ വിട്ടുകൊടുക്കേണ്ടി വരുന്നു രാജസ്ഥാനിൽ. ഉത്തർപ്രദേശിൽ കഴിഞ്ഞ തവണ 62 നേടിയെടുത്ത് 30ലേക്ക് ഒതുങ്ങേണ്ടി വരുന്നു BJPക്ക്. എന്താണ് ഉത്തർപ്രദേശിൽ സംഭവിച്ചത്? ഹിന്ദി ഹൃദയഭൂമിയിൽ സംഭവിച്ചത്? ഉത്തരേന്ത്യ BJP കടമുഴക്കേറി തിരിച്ചടിച്ചോ? സൈനികർ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലാണ് BJP. നിങ്ങൾ ഇത് കേൾക്കുന്നില്ല. രാജസ്ഥാൻ ഈ സംസ്ഥാനങ്ങൾ തകർന്നടിയാനുള്ള കാരണം വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഗ്നിവീർ, പിന്നെ ഈ വർഗീയ പ്രചരണങ്ങൾ അതാണ് തിരിച്ചടിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഏറ്റവും പ്രധാനപ്പെട്ടത് ഏപ്രിൽ 21-ാം തീയതി ബെൻസുവാരയിൽ പ്രസംഗം നടത്തിയ അതേ സ്ഥലത്ത് കഴിഞ്ഞ തവണ 3 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷം BJPക്ക് കിട്ടിയ ബെൻസുവാരയിൽ 2 ലക്ഷം വോട്ടുകൾക്ക് BJP തോറ്റിരിക്കുന്നു. 2 ലക്ഷത്തിൽ തോറ്റിരിക്കുന്നു. 97 ആണെങ്കിൽ തന്നെ ഒരു സെക്കൻഡ് ഒരു ന്യൂസ് അയക്കാൻ ഓലിനെ തല്ലൂടെ ഗൈസ്. ഓലിനെ തല്ലൂടെയാണ്. എന്തൊക്കെ ഉണ്ടാകാൻ അറിയില്ല. എന്തായാലും അടൂർ പ്രകാശും തമ്മിലുള്ള ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നുണ്ട്. ആരാണ് ജയിക്കുക എന്ന് ഉറപ്പിച്ചു പറയാനായിട്ടില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, മതേതര പാർട്ടിയാണ് ജയിക്കുക ആറ്റിങ്ങലിൽ. അതുകൊണ്ട് 422 വീണ്ടും നോക്കൂ. ഈ തെരഞ്ഞെടുപ്പിൽ രണ്ടാമത്തെ LDFന്റെ സീറ്റായി ആറ്റിങ്ങൽ മാറുമോ? എല്ലാവരും ഉറ്റുനോക്കുന്നു. 645 നിന്ന് 422 കുറഞ്ഞിരിക്കുന്നു. നോക്കൂ ഡോക്ടർ അരുൺ, ഒരു ചോദ്യം, ഒരു വളരെ ലളിതമായ ചോദ്യം. ഈ 297 സീറ്റുകളുമായി അധികാരത്തിൽ തിരിച്ചു വന്നു എന്ന് തന്നെ ഇരിക്കട്ടെ, നരേന്ദ്രമോദിക്ക് പ്രധാനമന്ത്രിയാകാൻ കഴിയും? രാഷ്ട്രീയ ധാർമ്മികത മോദിക്ക് നഷ്ടപ്പെട്ടു. മോദി പ്രചരണം തുടങ്ങിയ കാര്യങ്ങൾ പോകുന്നത്. ഇർഷാദെ ആര് ജയിക്കും പറ. ഇർഷാദെ ആര് ജയിക്കും നോക്ക്. ആര് ജയിക്കും? ഇപ്പൊ എന്തായാലും എന്തുണ്ടാവാന്ന് എങ്ങനെ ഉണ്ടാവാന്ന് അറിയില്ല. നമ്മുടെ ജീവിതം എങ്ങനെ ഉണ്ടാവും, എങ്ങനെയൊക്കെ പോകുമെന്നും അറിയില്ല. ഇപ്പം എന്തായാലും ഇലക്ഷൻ കാര്യങ്ങൾ നല്ല ഒരു ദ്വാരക്ക ജയിക്കാൻ നമ്മളെ ഭരണം ഇതാക്കാൻ വേണ്ടിയിട്ട്. കാരണം എന്താ പറയാ, അങ്ങനെയാണ് ഭരണം പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്തായാലും എന്താ ഉണ്ടാവാന്ന് അറിയില്ല. നമുക്ക് നോക്കിയാൽ എന്തായാലും 5 മണിക്ക് റിസൾട്ട് നോക്കി വെക്കാം.